നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്ത് മടുത്തവർക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ മുടി കൊഴിച്ചിലിനും, അതുപോലെ തന്നെ പലതരത്തിലുള്ള തലവേദന, അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോവുക, ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല പോലെ തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്കയുടെ ഇല. സാധാരണയായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്ക് പനി, ജലദോഷം, കഫക്കെട്ട് ഇതിനൊക്കെയാണ് നമ്മളിതിൻ്റെ നീര് പിഴിഞ്ഞു കൊടുക്കാറുള്ളത്. ഇതല്ലാതെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പനിക്കൂർക്കയുടെ ഇല എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം പറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, തണ്ടോടുകൂടി നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേടുവന്ന് പോകാതിരിക്കാൻ നമ്മളൊരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമനുസരിച്ച് നമുക്ക് 1, 2, 3 തവണയൊക്കെ അതിൽ നിന്ന് തന്നെ പറിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഒരു 2 പിടിയോളം പനിക്കൂർക്കയുടെ ഇല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പിടിയോളം കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല നമ്മൾ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കയിൽ അധികം അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് കഴുകിയിട്ടില്ല, അതിൽ പൊടി അഴുക്കൊന്നുമില്ല. അപ്പോൾ നമ്മളത് കഴുകിയിട്ടില്ല. ഇനി പൊടിയൊക്കെ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കഴുകിയെടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വെള്ളം ഒഴിക്കരുത്. പകരം ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു 1/4 സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തണുപ്പ് അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 സ്പൂൺ തന്നെ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമുക്കറിയാം നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ട്, മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കരിഞ്ജീരകം. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അകാല നരയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിഞ്ജീരകം എണ്ണ കാച്ചിയൊക്കെ തേച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചായപ്പൊടിയാണ്. ചായപ്പൊടി നമ്മളൊരു 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ, അതുപോലെ തന്നെ കരിഞ്ജീരകം, ചായപ്പൊടി, ഇത് 3 നമ്മൾ എടുത്തിട്ടുണ്ട്. ഉലുവ നമ്മുടെ മുടി നല്ലപോലെ തന്നെ വളരും കേട്ടോ. അപ്പോൾ തണുപ്പുള്ളത് കൊണ്ടാണ് നമ്മളൊരു 1/4 സ്പൂൺ എടുത്തത്. അലർജിയുടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ 1/4 സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. അപ്പോൾ തിളച്ച് ഈ ഒരു നമ്മുടെ കരിഞ്ജീരകം, ഉലുവയുടെയൊക്കെ ആ ഒരു സത്ത് നല്ല പോലെ തന്നെ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഏകദേശം ഒരു 1/2 ഗ്ലാസ് ആവുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മളിത് എടുക്കേണ്ടത്. അല്ലാണ്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്താൽ നമ്മൾ ഈ ഒരു കരിഞ്ജീരകത്തിലെ, ഉലുവയുടെ, ചായപ്പൊടി നമുക്കറിയാം പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു സത്തൊക്കെ കിട്ടും. പക്ഷേ കരിഞ്ജീരകവും ഉലുവയൊക്കെ നമുക്ക് ആ ഒരു സത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ തിളപ്പിച്ച് നല്ലപോലെ തന്നെ വറ്റിച്ച് ഒരു 1/2 ഗ്ലാസ് പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ തലയിലൊക്കെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയാണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തലയിലും ഇതൊന്ന് മസാജ്, ഈ ഒരു വെള്ളം വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ മുടി നല്ലപോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പനിക്കൂർക്ക, കറിവേപ്പിൻ്റെ ഇല, ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചായപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരിക്കുന്നൊന്നുമില്ല. നല്ല പോലെ തന്നെ നമുക്ക് പനിക്കൂർക്കയുടെ ഇലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ നല്ല പോലെ തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കാനും സമയമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒരാഴ്ചക്കൊക്കെ ഉള്ളത് അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ മതി. അത് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുൻപ് നമ്മൾ അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ പാത്രമാണ്. നമ്മൾ ഏത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇരുമ്പിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത്. ഇരുമ്പിൻ്റെ ഏത് തരത്തിലുള്ള പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഈ ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ ഒരു 3 സ്പൂണോളം നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടി നല്ലപോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നരയെ തടയാൻ വേണ്ടിയിട്ടും നമുക്ക് നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 സ്പൂണോളം നീലാംബരിയുടെ പൊടിയാണ്. നീലാംബരിയുടെ പൊടി നമുക്കറിയാം പെട്ടെന്ന് തന്നെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നീലാംബരിയുടെ പൊടി തന്നെയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു മിക്സ് കൂടി ചേരുമ്പോൾ നമ്മുടെ മുടി കറുക്കുന്നതിന് കൂടെ നല്ലപോലെ തന്നെ വളരും. അതുപോലെ തന്നെ താരനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാതെ കുറച്ചായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പനിക്കൂർക്കയുടെ ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു നേരത്തെ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നതാണ് നല്ലതെന്ന്. ഇരുമ്പിൻ്റെ പാത്രം എടുക്കുമ്പോൾ കുറച്ച് പഴയ അല്ലെങ്കിൽ കുറച്ച് തുരുമ്പലൊക്കെ വന്നിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ ഒരു തുരുമ്പൽ നമ്മുടെ തലയിലേക്ക് എത്താൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിശ്രിതം നല്ല പോലെ തന്നെ കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഹെയർ ഡൈസ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ തവണയിൽ തന്നെ 100% റിസൾട്ട് കിട്ടണമെന്നില്ല. അത് നമ്മുടെ മുടിയിൽ അത്രയും കാലം ഉപയോഗിച്ച കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ച് ഒരു മുടിയിൽ മാറ്റം വരാൻ സമയമെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റിൻ്റെയും റിസൾട്ട് കാണാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സാവധാനം റിസൾട്ട് കണ്ടാലും നമ്മുടെ മുടിക്കോ തലക്കോ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല പോലെ തന്നെ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതൊരു രാത്രി ഉണ്ടാക്കിയതിന് ശേഷം രാവിലെയാണ് ഈ മിക്സ് എടുത്തത്. കണ്ടോ, ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ കിട്ടാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം രാത്രി മുഴുവനായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിറ്റേ ദിവസം നമ്മൾ രാവിലെ എടുത്തിട്ട് നമുക്ക് തലയിൽ മുഴുവനായിട്ട് തേക്കാം. എന്നിട്ട് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് നാച്ചുറലായിട്ടുള്ള ചെമ്പരത്തി താളിയൊക്കെ പോലെയുള്ള താളി വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ വെറുതെ തല കഴുകി കളഞ്ഞാലോ യാതൊരുവിധ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.